ഓരോ കോപ്പിക്കും അനേകം വായനക്കാരുമായി കേരളത്തിന്റെ ജനകീയ ദിനപത്രം ദേശാഭിമാനി. പ്രബുദ്ധ കേരളത്തിന്റെ ശബ്ദം. ദേശാഭിമാനി മുഖപ്രസംഗം 2020 ഒക്ടോബർ 29 വ്യാഴാഴ്ച. പ്രതീക്ഷ പകരുന്ന തൊഴിൽ പദ്ധതി. കോവിഡ് വ്യാപനം ആരോഗ്യ പ്രതിസന്ധി മാത്രമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, നാടിന്റെ സമ്പദ്ഘടനയെ കൂടി അത് ഞെരിച്ചമർത്തുകയാണ്. എല്ലാ മേഖലയിലും ആശങ്ക മൂടുന്നു. തൊഴിൽ ഇല്ലാതാകുന്നു. ഉള്ളവർക്ക് വേതനം കിട്ടാതാകുന്നു. ഈ അവസ്ഥയിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള സർക്കാർ ഇടപെടൽ മാത്രമാണ് പരിഹാരം. ഈ കാഴ്ചപ്പാടോടെയുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഇടയ്ക്കിടെ ടെലിവിഷനിലെത്തുന്ന പ്രധാനമന്ത്രി പൊതു അഭ്യർത്ഥനകളും ഉപദേശങ്ങളും നൽകി മടങ്ങുന്നു. മൂർത്തമായ കർമ്മപരിപാടികൾ വളരെ കുറവ്. ഈ ഘട്ടത്തിൽ കേരള സർക്കാർ വ്യത്യസ്തമാവുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 30 പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു. പ്രഖ്യാപനം മാത്രമല്ല, അതിന്റെ പുരോഗതിയും അപ്പോൾ ജനങ്ങളെ അറിയിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഭയപ്പെടുത്തുന്ന തോതിൽ സൃഷ്ടിക്കുന്ന തൊഴിലില്ലായ്മയെ നേരിടാൻ കൂടുതൽ വിപുലമായ നടപടികളും സർക്കാർ സ്വീകരിക്കുകയാണ്. ഒക്ടോബർ 1 മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സംയോജിത തൊഴിൽ പദ്ധതി ഇതിലൊന്നാണ്. സാധാരണ 5 വർഷ വാഗ്ദാനങ്ങളുമായാണ് മുന്നണികൾ അധികാരത്തിലെത്തുക. 5 വർഷത്തിനു ശേഷം ആ വാഗ്ദാനങ്ങളുടെ വിലയിരുത്തൽ പലപ്പോഴും എളുപ്പമാകില്ല. LDF സർക്കാർ അക്കാര്യത്തിലും സവിശേഷത പുലർത്തി. വാഗ്ദാനങ്ങൾ ഏതെല്ലാം നടപ്പാക്കിയെന്നും ഓരോന്നും എവിടെ വരെ എത്തിയെന്നും നടപ്പാക്കാൻ കഴിയാത്തവയുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്നും ജനങ്ങളെ തുടർച്ചയായി അറിയിക്കുന്ന രീതി സർക്കാർ സ്വീകരിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തൊഴിൽ പദ്ധതി 100 നാൾക്കകം നടപ്പാക്കേണ്ടതാണ്. നമ്മുടെ കൺമുമ്പിൽ ഓടിയടുക്കുന്ന ദിവസങ്ങളിൽ അത് യാഥാർത്ഥ്യമാകണം. ജനങ്ങൾക്കത് ബോധ്യമാവുകയും വേണം. ആ വെല്ലുവിളിയാണ് സർക്കാർ ഏറ്റെടുത്തത്. അതും ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ നാളുകളിൽ. ലോക്ഡൌണിന് മുന്നേ ഒരു തൊഴിൽ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 1000 ആളുകൾക്ക് 5 എന്ന തോതിൽ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കാർഷികേതര മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ളതായിരുന്നു ഈ പദ്ധതി. എന്നാൽ കോവിഡ് വ്യാപനം പദ്ധതി നടപ്പാക്കലിന് പ്രയാസം സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് 50,000 തൊഴിലവസരം 100 ദിവസങ്ങൾ കൊണ്ട് കാർഷികേതര മേഖലകളിൽ സൃഷ്ടിക്കുന്ന പദ്ധതി സർക്കാർ കൊണ്ടുവന്നത്. ഓരോ മേഖല തിരിച്ച് എത്ര തൊഴിലെന്ന് വ്യക്തമാക്കിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 90,000 തൊഴിലവസരം വരെ സാധ്യമാകുമെന്ന് സർക്കാർ കരുതുന്നു. എന്നാൽ ഡിസംബർ 31 മുമ്പ് 50,000 തൊഴിലെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പു പറഞ്ഞിരുന്നു. സർക്കാർ മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, IT മേഖല, സഹകരണ മേഖല, കുടുംബശ്രീ, വികസന കോർപ്പറേഷനുകൾ എന്നിങ്ങനെ തൊഴിൽ മേഖല വിഭജിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾ നേരിട്ട് തൊഴിൽ നൽകുന്നതിനു പുറമെ സംരംഭകത്വ പ്രോത്സാഹനത്തിന് ഊന്നൽ നൽകി വായ്പാ സഹായവും മറ്റും നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പ്രഖ്യാപനത്തിന് ശേഷം 28 ദിവസം പിന്നിടുന്നു. എന്തായി ഈ പദ്ധതി എന്ന പരിശോധനയ്ക്ക് സമയമായി. ആ കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. 3 ആഴ്ചത്തെ കണക്കുകളാണ് ലഭ്യമായത്. ഇതുവരെ 1,00,000 പേർക്ക് തൊഴിൽ നൽകാനായി എന്നാണ് വ്യക്തമാകുന്നത്. 25,109 പേർക്ക് തൊഴിലായി. ഇതിൽ 3,000-ൽ പരം സ്ഥിര നിയമനമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യ വകുപ്പിലും കൃഷി വകുപ്പിലും വ്യവസായ വകുപ്പിലുമെല്ലാം നടന്ന നിയമനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. വായ്പകളും ആഭ്യന്തര സൌകര്യങ്ങളും ലഭ്യമാക്കി സംരംഭകത്വ മേഖലയിൽ 18,546 പേർക്കാണ് തൊഴിൽ ലഭിച്ചത്. അതെ, ഈ കൊടും പ്രതിസന്ധിയുടെ നാളുകളിലും കേരളം മാതൃക കാട്ടുകയാണ്. വെറും വാക്കുകളല്ലാത്ത മൂർത്ത പദ്ധതികളിലൂടെ ഒരു സർക്കാർ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് തെളിയിക്കുകയാണ്. ഈ പ്രതിസന്ധിയും മുറിച്ചു കടക്കുമെന്ന ആത്മവിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിയുമെന്ന പ്രതീക്ഷ പകരുന്നതാണ് ഈ സമീപനം.